അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ MS ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാ വിശേഷം? സുഖം എന്ന് പറയാം. പക്ഷെ മനസ്സല്ല ഒരു ആളുകൾക്കൊന്നും ഹാപ്പി ആവില്ല, എനിക്കറിയാം. നമ്മളും ഹാപ്പി അല്ലേ? നമ്മൾ ഹാപ്പി തന്നെയാണ്, പക്ഷെ ഹാപ്പി ആണെന്ന് ആക്ട് ചെയ്യാം നമ്മൾ, അല്ല എന്താ ചെയ്യാ, വെറുതെ പറയാം. അതായത് നമ്മളെന്താ പറയുക, ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മളെന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, അല്ല അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി അതന്നെ. ഇപ്പൊ പെട്ടെന്നല്ല ഇപ്പൊ UAE-ലൊക്കെ ഇപ്പൊ നമ്മള് വന്ന് 4 ദിവസം കൊണ്ട് പോകാൻ നിന്നാണ്. UAE മാത്രല്ല, മൊത്തം പ്രശ്നമാണ്. നമ്മളിപ്പോ വന്നപ്പോ UAE വന്നപ്പോ നമ്മൾ ഒന്നും കേട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് പോകാൻ ഈ വിസ കയ്യിൽ കിട്ടിയിട്ട് റിന്യൂവൽ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് പോകാൻ വിചാരിച്ചാൽ ഞങ്ങളാണ് ഇപ്പോൾ എയർപോർട്ട് അടിച്ച് ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ. അപ്പോൾ എങ്ങനെ പോകും? അല്ല, നമ്മൾ മാത്രമല്ല, നമ്മളത് അതിന് സമാധാനിക്കുക. ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും പോണവരും ബോർഡിംഗ് പാസ് കൈ കിട്ടിയവർ വരെ ഉണ്ട്. അങ്ങോട്ട് എയർപോർട്ട് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ല നമ്മളെ ഇതിനല്ല. പിന്നെ ഒരുപാട് ആൾക്കാരെ ഭർത്താക്കന്മാരും അതേമാതിരി ജോലി ചെയ്യുന്നവരും ഒക്കെ 4 വൈക്കും GCC-ലുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാ, അപ്പം നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. നമ്മളൊക്കെ ഇവിടെ എല്ലായിടത്തും സേഫ് തന്നെയാണ്. പക്ഷെ എങ്കിലും ഇത് വളരെ ഇത് രൂക്ഷമാകുന്നതിന് മുമ്പ് ഇത് നിർത്തണം. നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ബലോടൊന്നും പറയാൻ പറ്റൂലല്ലോ. നമുക്ക് പ്രാർത്ഥന അല്ലാതെ വേറെ ഒന്നും ഇതില്ല. ഞാൻ മനസ്സൊരുക്കിയിട്ട് പ്രാർത്ഥിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. നാട്ടിലുള്ളവർക്ക് ടെൻഷനാന്ന് ഇതാണ്. കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്നുള്ള ഏതൊക്കെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പേടിക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രശ്നം നമുക്ക് നേരിടുന്നില്ല അല്ലെ? അതൊക്കെ നമ്മളെ എന്താ പറയാ, ഫോണിലേക്ക് അലേർട്ടും കാര്യമൊക്കെ വരുന്നുണ്ട്. രാത്രിയാകുമ്പോൾ മിസൈലൊക്കെ സംഭവം നടക്കുന്നുണ്ട്. സംഭവം നടക്കുന്നത് ഞങ്ങളെ മേലെ കൂടി അതിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനൊന്നും നമ്മൾ ആരും, ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പോൾ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മേലെ ഇരുത്തണ്ടല്ലോ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. യുദ്ധം രൂക്ഷമാവാതെ എല്ലാവരും ഓലെ രണ്ടുകൂട്ടരും മനസ്സൊന്ന് തണുത്ത് സോൾവ് ആയിട്ട് എല്ലാം പഴയ പോലെ ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് കാണുന്ന ഇതിൽ പലരെയും ഭർത്താക്കന്മാര്, ഭാര്യമാര്, അങ്ങനെയൊക്കെ ഉള്ളവരും കുടുംബമുള്ളവരും നമുക്ക് യുദ്ധത്തിനെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. എന്ത്, നമ്മൾ പ്രാർത്ഥിക്കുക, അത്ര വീണ്ടും പറയണ്ട പ്രാർത്ഥന. നാട്ടിലെത്തിയിട്ട് ആ ചായ കുടിക്കായിട്ട് ഭയങ്കര നമ്മളെ നൗഫലിന്റെ ചായ അല്ലേ? അത് ശരി. ഞാൻ എപ്പോഴും പറയും എപ്പോഴും പറയും നൗഫലിന്റെ കടയിൽ പോയിട്ട് ചായ കുടിക്കണം. ഞാൻ ഞാൻ എത്ര നന്നാക്കി ഉണ്ടാക്കി കൊടുത്താലും കാര്യമില്ല, ആ ചായക്കൊരു പ്രത്യേകത തന്നെ ഉണ്ട്. നൗഫലിന്റെ വീട്ടിൽ ബഷീർ ഒരാളുണ്ട്, അവൻ കാരണം എന്താ ചായ അറിയാം, അടിപൊളി ചായ. ആ ചായ കുടിച്ചിട്ട് ആ ചായ കുടിച്ച് 2 ബഡായി ഒക്കെ വിട്ടാലുണ്ടല്ലോ, അപ്പൊ വല്ലാത്തൊരു, അല്ല കുറ്റം പറയില്ല, വല്ലാത്തൊരു സുഖ മനസ്സിന്. ആണുങ്ങളെ വൈബ്, നമ്മളെ എന്തേ വൈബ് പറഞ്ഞ നിങ്ങളെ വൈബ് ഉണ്ട്. കുത്തിരുന്ന് പാരിതോഷികം പറയാ, അതെ നമ്മളെക്കാട്ടും പാരിതോഷികം. ഇപ്പൊ ആണുങ്ങൾ പുറത്തു പോകാൻ ചായ കുടിക്കുക, എന്നിട്ട് ഇങ്ങനെ എല്ലാരും കുറ്റം പറയാ. ഞാൻ പറഞ്ഞ 4 പെണ്ണുങ്ങൾ കൂടിയിരിക്കണം, എന്താ പറയല്ലേ, നല്ല നിങ്ങൾ പറയലുണ്ടോ? നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം പാടെ എന്റെ തലേക്ക് കയറണ്ട, ഞാൻ പറഞ്ഞതാ. ഞാൻ പൊതുവെ 4 പെണ്ണുങ്ങൾ കൂടിയാൽ എന്താ പറയല്ലേ, അടിയാ മറ്റേത് അങ്ങോട്ട്. ഞങ്ങൾ 4 പെണ്ണുങ്ങൾ കൂടിയാല് ഒന്നെങ്കിൽ ഡ്രസ്സിന്റെ പറയും, ഡ്രസ്സിന്റെ എന്താ ഇട്ട ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഓർണമെന്റ്സിന്റെ പറയാം. അതൊക്കെ പെണ്ണുങ്ങൾക്ക് ഓർണമെന്റ്സിനെ പറ്റി പറഞ്ഞ ജ്വല്ലറിലൊക്കെ പൈസ എല്ലാം കൂടി. ഞാൻ അതിനെ പറ്റി വല്ല മുക്കണ്ടിട്ട് ആരും സ്വർണ്ണം ഉപയോഗിക്കാതെ അതിനൊരു വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാം. സ്വർണ്ണൊക്കെ ഉപയോഗിക്കുമ്പോ വളരെ ശ്രദ്ധിച്ചോളിട്ടോ. ഞാനിപ്പോ ബോംബെയിലെ സൂറത്തിലൊക്കെ ഇവിടെ പോകുമ്പോ ഞങ്ങൾ എന്താ ചെയ്യല്, ഞങ്ങള് ബേഗൊക്കെ ഊരിച്ചു പോവാ. കാരണം എന്താ, ഇന്റെ തടി കൂടി കേടുവരും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, പൈസന്റെ വില ഇപ്പൊ 1 ലക്ഷം കഴിഞ്ഞില്ലേ സ്വർണ്ണത്തിന്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം, നമ്മളെ കുട്ടികളുണ്ട് പാവായിട്ട് നിരപരാധികളാണ്, അയറ്റൊക്കെ അറിയില്ല. അതെന്താ, ആയിട്ടൊക്കെ നിങ്ങൾ ദയവ് സ്വർണ്ണോ കാര്യങ്ങളോ വെള്ളിയോ വെള്ളി പോലും നല്ല വിലയാണ്. സ്വർണ്ണത്തിന് കളറുള്ളത് വരെ ഇടാൻ വയ്യപ്പോ. അതാണ് നമ്മൾ ഗ്യാരണ്ടി. ആൺകുട്ടിയാക്കാണെങ്കിൽ ഒന്നും ഇട്ട് കൊടുക്കണ്ട, പെൺകുട്ടിയാക്കാണെങ്കിൽ അവരൊന്ന് ഒരു 10-15 വയസ്സായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്താ ഇപ്പൊ കുറെ സ്വർണ്ണൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്നും ഇട്ട് കൊടുക്കണ്ട. അതിൽ യാതൊരു കുറവില്ല. നമ്മളെ മക്കളെ സേഫ്റ്റിയാണ് കേട്ടോ, അതൊന്നും നല്ല ആലോചിക്കണം. കാരണം ഈ കുട്ടികളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും മുറ്റത്ത് ഇറങ്ങിയിട്ടും ഒക്കെ അങ്ങനെ കളിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ
നിങ്ങൾ ദയവ് ചെയ്ത് സ്വർണ്ണോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ വാങ്ങി വെച്ചോളൂ നിങ്ങളെ ധൈര്യത്തിന്. വെള്ളി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു, പക്ഷെ വെള്ളി എല്ലാം ഒരു മനുഷ്യന് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്തു പറയാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. അത് കാരണം എന്താ, അത്രയും നമ്മളെ മക്കളിൽ നിന്ന് പറഞ്ഞാൽ അത്രയാണ് നമ്മൾ സ്നേഹിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാതെ നിൽക്കുക. നല്ല വിഷ്ണു അല്ല നല്ലത്. വിഷ്ണു അതിലല്ലടാ, നമ്മളെ വീഡിയോ എടുക്കണ വിഷ്ണുവാണ്, അതാണ് അവനോട് ചോദിക്കുന്നത്. പിന്നെ വേറെന്താ എനിക്ക് പറയാനുള്ളതെന്ന് പറയണ്ട. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കും വേണ്ടി കാര്യത്തില്ല, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്നും വരില്ല, ഇൻഷാ അല്ലാഹ് ഒന്നും വരില്ല. നമ്മളെ എന്തായാലും എന്റെ മനസ്സ് പറയണ്ടേ, ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം തീരുമാനമാവും പറഞ്ഞിട്ട് അങ്ങനെ വിചാരിക്കാം. എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതേപോലെ അതായത് നമുക്ക് അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയും എല്ലാം റെഡി ആവും ഇൻഷാ അല്ലാഹ്. മോള് ഹാപ്പിയാണ്, മോള് ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ എല്ലാ മോളും ഹാപ്പിയാണ്. എല്ലാവരും നമ്മളെ ഹാപ്പി ആയിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് ആൾക്കാർ ഹാപ്പിയാണ്, അതാണ് നമ്മളെ ആഗ്രഹം. എല്ലാവരും ഇൻഷാ അല്ലാഹ്.